എന്റെ ജീവിതം, ഭർത്താവ്, താലി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എല്ലാം വേണം. എവിടെയും നമ്മൾ ടോക്സിക് ആവുമ്പോൾ പ്രതികരിക്കണം ഇന്നത്തെ കാലത്ത്. തൃശ്ശൂരൊക്കെ അല്ലേ വീടറിയാലോ. എന്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നു. അപ്പൊ ഏട്ടൻ ഒരു വീഡിയോ കൊടുക്കും അവർക്ക്. കയ്യബദ്ധം ഏട്ടനല്ലല്ലോ പറ്റിയത്. പിന്നെ ഒരു കാര്യം, ഏട്ടൻ താടിയെ ഒന്ന് ഷേവ് ചെയ്യണം. മീശ നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ? എല്ലാം ഒറ്റയ്ക്കാണ്. സാരി എടുക്കുന്നത് ആരെ കൊണ്ട് ചെയ്യിക്കാം? ആരെങ്കിലും ഇനി ഹെൽപ്പ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ക്യാമറയൊക്കെ ആരെ വിളിക്കും? നമുക്ക് ഇങ്ങനെ ആരെങ്കിലും വിളിച്ച് നിർത്താൻ പറ്റും സാരി എടുക്കുന്നത്? ഒരൊറ്റ സീരിയലിലൂടെ മലയാളി മനസ്സ് കീഴടക്കിയ ഒരു സുന്ദരിയാണ് കേട്ടോ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ആരായിരിക്കുന്നത്? നിങ്ങളുടെ സ്വന്തം അപ്സരയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഹലോ, ഹായ്, വെൽക്കം ടു മൂവി വേൾഡ്. ഹലോ ഹായ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അധികം ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യം ലഭിച്ച ഒരാളെന്ന് പറയാല്ലേ. അതായത് ഒരൊറ്റ സീരിയലിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടുക. സീരിയൽ കഴിഞ്ഞിട്ടും ആ ഇഷ്ടം ഇപ്പോഴും സ്റ്റിൽ അങ്ങനെ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ സന്തോഷം. എനിക്ക് തോന്നുന്നു ആ ഒരു മാനസ ദേവൻ കോംബോ രാക്കോയില് ഇപ്പോഴും ആൾക്കാർ അത് ഓർത്തിരിക്കുന്നുണ്ട്. അറിയില്ല, ചില കമന്റുകളൊക്കെ കാണാറുണ്ട്. ഐ തിങ്ക് സോ. ഒരു കോംബോ ഇത്ര ഭയങ്കര എല്ലാരും ഇഷ്ടപ്പെടും അങ്ങനെയൊക്കെ. അങ്ങനെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് അങ്ങനെ ഒരു കോംബോ ആയിട്ടൊന്നും വന്നതല്ല. പുള്ളി വേറെ അതിലൊരു ക്യാരക്ടറായിട്ട് വന്നതാണ്. പിന്നീട് എങ്ങനെയൊക്കെയോ ഒരു കോംബോ വർക്ക്ഔട്ടായി. എനിക്ക് തോന്നുന്നു അതിനുള്ള മെയിൻ താങ്ക്സ് ഞാൻ പറയേണ്ടത് ഡയറക്ടേഴ്സിൻ്റെ അടുത്തൊക്കെയാണ്. അവരത് എടുത്ത് നല്ല രീതിയിലാക്കിയത് കൊണ്ടാണ്. മെയിൻ താങ്ക്സ് ടു മനു സാറാണ്. ഡയറക്ടർ അത് നല്ല രീതിയിൽ പോർട്രേറ്റ് ചെയ്തു. പിന്നെ സജി സാർ ഉണ്ടായിരുന്നു, TS സജി സാർ. അവർ രണ്ടുപേരുമാണ് അന്ന്, എനിക്ക് തോന്നുന്നു ഇറ്റ്സ് 3 years ബാക്ക്. അവരുടെ രണ്ടുപേരുടെയും ആ ഒരു നല്ല രീതിയിൽ ആ സീൻസ് എടുത്തത് കൊണ്ടാണ് അതൊരു നല്ല ഔട്ട്പുട്ട് അന്ന് വന്നത്. ശരിക്കും മലയാളിയാണോ അതോ? അയ്യോ, ഞാൻ നല്ല മലയാളിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഇത് തമിഴാണോ മലയാളമാണോ എന്നുള്ളത്. അത് ഞാൻ ആദ്യം സീരിയൽസ് ചെയ്തത് തമിഴിലാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അന്നൊക്കെ ഇവിടെയുള്ള മലയാളികളൊക്കെ തമിഴിലെ സൺ ടിവിയിൽ സീരിയൽ കാണുമായിരുന്നു. പിന്നെ ഈ സൺ ടിവിയിലെ സീരിയൽസ് ഡബ് ചെയ്തിടുമായിരുന്നു. അപ്പൊ ആൾക്കാരുടെ വിചാരം ഞാൻ തമിഴാണെന്നാണ്. ശരിക്കും ഞാൻ തമിഴല്ല, ഞാൻ മലയാളിയാണ്. എന്റെ വീട് തൃശ്ശൂരാണ്. ഞാൻ തൃശ്ശൂരാണ്. ഞാൻ പഠിച്ചതൊക്കെ തൃശ്ശൂരാണ്. തൃശ്ശൂർ ഞാൻ സീക്രട്ട് ഹൈറ്റ്സിലാണ് പഠിച്ചത്. സെന്റ് പോൾസും സീക്രട്ട് ഹൈറ്റ്സിലായിട്ടാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഞാൻ ശരിക്കും നല്ല ഒന്നൊന്നര തൃശ്ശൂർക്കാരിയാണ്. പക്ഷെ കുറെ ആൾക്കാർ വിചാരിച്ചു ഞാൻ അതിന് കോളേജ് ചെയ്യുന്ന സമയം തൊട്ട് ഞാൻ പുറത്താണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ആൾക്കാരുടെ വിചാരം മലയാളി അല്ല എന്നാണ്. പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് അങ്ങനെയുള്ള തോട്ട്സ് ആയിരിക്കും. അങ്ങനെയാണ്. അപ്പൊ എങ്ങനെയാ ശരിക്കും സീരിയൽ ഇതിലേക്ക് വരുന്നത്? അങ്ങനെ സീരിയലിലേക്ക് വരാൻ, അതായത് നമുക്ക് ഇങ്ങനെ പണ്ട് തൊട്ടേ ഉണ്ടായിരിക്കുമല്ലോ എനിക്ക് ഇങ്ങനെ അഭിനയിക്കണം അങ്ങനെ ആഗ്രഹമൊക്കെ ഉണ്ടായിട്ട് വന്നതാണോ അതോ ഇങ്ങനെ? സത്യം പറഞ്ഞ കോയിൻസിഡൻസ് ആണ്. എനിക്ക് അങ്ങനെ പണ്ട് തൊട്ടേ അങ്ങനെ അഭിനയിക്കണം എന്നൊന്നും വലിയൊരു ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഒന്ന് നന്നായി ഡ്രസ്സ് ചെയ്യുക, നല്ല മേക്കപ്പ് ചെയ്യുക, എല്ലാ ദിവസവും നല്ല 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 ഡ്രസ്സുകളൊക്കെ ഇട്ട് നന്നായി മേക്കപ്പ് ചെയ്ത്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതിനെ പറ്റിയൊരു, ഞാൻ ചെറുതായിട്ട് കോളേജൊക്കെ കഴിഞ്ഞിരുന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്തിരുന്നു. ഞാൻ വർക്ക് ചെയ്ത ടൈമിൽ അപ്പം ഞാൻ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ നന്നായി സാരിയൊക്കെ കൊടുത്തിട്ടാണ് ക്ലാസ്സിൽ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ അവിടെ ഞാൻ ഗസ്റ്റ് ലെക്ചർ ആയിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്നു. ആ സമയത്ത് ജൂനിയർ ലെക്ചർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഞാൻ നല്ല നീറ്റായിട്ട് സാരി ഉടുത്ത്, എൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് അത് കൊടുത്ത് അങ്ങനെ പോകുന്നതായിരുന്നു എൻ്റെ ഇഷ്ടം. അപ്പോൾ ആ ടൈമിൽ ഞാൻ ആ ടൈമിൽ ഒരു പോക്കറ്റ് മണിക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കൊച്ചു കൊച്ചു മോഡലിംഗ് വർക്ക്സ് ഒക്കെ ചെയ്തിരുന്നു. ചെറിയ ചെറിയ ആഡ്സും കാര്യങ്ങളൊക്കെ ചെന്നൈയിലുള്ള സമയത്ത്. അങ്ങനെ ഒരു ഇതെന്നാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു സീരിയലിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. പക്ഷെ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഈ സീരിയൽ എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നുള്ളൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അതൊരു പെട്ടെന്ന് എന്താ പറയുക, എല്ലാം ഇറ്റ്സ് ലൈക്ക് എ ബ്ലൂ മൂൺ. ഒരു 1-1.5 ആഴ്ച കൊണ്ടാണ് ഇതൊക്കെ കയറി ഇതായത്. പിന്നെ ആ സീരിയലിൽ അങ്ങനെ കണ്ടിന്യൂ ആയി. അഴകി എന്ന് പറഞ്ഞൊരു സീരിയലായിരുന്നു. അപ്പൊ എന്റെ ശരിക്കുള്ള പേര് ലിഡിയ പോൾ എന്നായിരുന്നു. അഴകിയിലെ ക്യാരക്ടറിന്റെ നെയിമാണ് അപ്സര എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് ആ പേര് അപ്സര ആയത്. പിന്നെ എനിക്ക് തമിഴിൽ അവരുടെ അടുത്ത് തിരിച്ച് പറയാൻ അറിയില്ല എന്റെ പേര് ലിഡിയ എന്നാണെന്നുള്ളത്. അപ്പൊ പിന്നെ അവരങ്ങനെ അപ്സര എന്ന് വിളിച്ച് അങ്ങനെയാണ് ആ പേരായത്. പിന്നെ അടുത്ത സീരിയൽ വന്നപ്പോഴും എല്ലാവരും അങ്ങനെ അപ്സര എന്ന് പറഞ്ഞു പിന്നെ ആ ഒരു പേര് അങ്ങനെ ആയിപ്പോയി. ഇപ്പൊ അപ്സരയായി. ഇപ്പൊ അപ്സരയായി, അവിടെ ഇവിടെയൊക്കെ അപ്സരയായി. ഗസ്റ്റ് ലെക്ചർ ആയിരുന്നു പറഞ്ഞല്ലോ. അപ്പൊ ഏതായിരുന്നു സബ്ജക്ട് ഒക്കെ? ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ബ്രോഡ്കാസ്റ്റിംഗ്, മീഡിയ ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പിന്നെ ഫുൾ സീരിയലും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പൊ പക്ഷേ സീരിയൽ ആക്ട്രസ് അല്ല, ഇപ്പൊ നേരെ മാറി സ്ക്രിപ്റ്റ് റൈറ്റിംഗിലേക്ക്. എനിക്ക് 9 to 6 വർക്ക് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു സ്ഥലത്ത് പോയിട്ട് ജോലി ചെയ്ത് 9 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ വർക്ക് ചെയ്യുക എന്നുള്ളത് എനിക്ക് ഭയങ്കര പാടുള്ള കാര്യമാണ്. എനിക്കൊരു ഹാപ്പിനെസ്സും ഒരു സന്തോഷവും ഒക്കെ ഉള്ള രീതിയിൽ
എൻ്റെതായ ഒരു സ്പേസിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ്. എനിക്കൊരു 9 to 6 ഒരു 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 സ്ഥലത്തിരുന്ന് വർക്ക് ചെയ്യാന്നുള്ളത് എനിക്ക് ഭയങ്കര പാടാണ്. അതായത് ഓഫീസ് വർക്ക് ഓഫീസ് ആണെങ്കിലും കോളേജ് ആണെങ്കിലും നമ്മൾ ഇന്ന ഡേ തൊട്ട് ഇന്ന ഡേ വരെ വർക്കിന് വേണം, അതൊക്കെ എനിക്ക് ഇച്ചിരി പാടാണ്. അപ്പോൾ എനിക്കിതാണ് കുറച്ചും കൂടെ, ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് ഹാപ്പി ആയിട്ടാണ് ഞാൻ ഈ വർക്കിലേക്ക് വന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ ആദ്യം സീരിയൽ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ജോലി വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഐ വാസ് വർക്കിംഗ്. ഓരോ സമയത്തും ഷെഡ്യൂളുള്ള ടൈമിൽ ഞാൻ ലീവ് എടുക്കുമായിരുന്നു. അപ്പൊ ലീവ് തരില്ല കോളേജിൽ. അപ്പൊ നമ്മൾ പോയി ചോദിക്കും, ഒരു 2 ദിവസം ആദ്യം ലീവ് ചോദിക്കും, പിന്നെ 2 ദിവസം 3 ദിവസമാക്കും, പിന്നെ ഒരാഴ്ചയാക്കും. അങ്ങനെ ഒരു 6 മാസമായി കഴിഞ്ഞപ്പോൾ അവരെന്നെ പറഞ്ഞിട്ട് അവരെന്നെ പറഞ്ഞു വിട്ടു. പിന്നെ 6 മാസമൊക്കെ ആയപ്പോഴേക്കും എനിക്കും കുറച്ച് കോൺഫിഡന്റ് ആയി, ഇനി നിങ്ങൾ പറഞ്ഞു വിട്ടാലും കുഴപ്പമില്ല എന്നുള്ളത്. പിന്നെ ഞാൻ പാർട്ട് ടൈം ആയിട്ട് SRM-ലൊക്കെ അങ്ങനെ ഗസ്റ്റ് ലെക്ചർ ആയിട്ടാണ് പിന്നെ ഞാൻ ചെയ്തത്. പിന്നെ എനിക്കൊരു ഫുൾ ടൈം വർക്ക് അങ്ങനെ പോയി. പിന്നെ വല്ലപ്പോഴും അങ്ങനെ പാർട്ട് ടൈം ആയിട്ടുള്ളത്, പിന്നെ സെമിനാർസ് എടുക്കുക, അങ്ങനെയുള്ള മെയിൻ സംഭവങ്ങളിലേക്ക് ഞാൻ പതുക്കെ ഷിഫ്റ്റ് ചെയ്തു. കാരണം കരിയർ വിടാനായിട്ട് വീട്ടിൽ സമ്മതിക്കില്ലായിരുന്നു. വീട്ടിൽ സീരിയൽ അഭിനയിക്കുന്നതൊക്കെ വീട്ടുകാർക്ക് വലിയ താല്പര്യമുള്ള കാര്യമായിരുന്നില്ല. അപ്പച്ചനമ്മയൊക്കെ തുടക്കത്തിലെ ഒരു വലിയ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും അവർ ഒരു പരിധി വരെ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് എനിക്ക് ജോബ് വിടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു പാഷൻ കൊണ്ടാണ് ഞാൻ അതിനെ ഫോളോ അപ്പ് ചെയ്തിരുന്നത്. അപ്പം ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ട് എപ്പോഴും ഒരു പ്രോജക്റ്റ് എന്നുള്ള രീതിയിലാണ് അന്നൊക്കെ കൊണ്ടുപോയിരുന്നത്. ഇപ്പൊ പക്ഷെ ഫുൾ സ്ക്രിപ്റ്റ് റൈറ്റിംഗിലേക്ക് മാറിയില്ലേ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഇതൊന്നും ഞാൻ പ്ലാൻഡ് അല്ല. സാന്ത്വനം, സ്നേഹക്കൂട്ട്, അതിന്റെ ഒക്കെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഇല്ല. സാന്ത്വനം ഞാൻ അവസാനത്തെ ഭാഗം മാത്രം, ലാസ്റ്റ് ഒരു ഭാഗം മാത്രം, അതായത് ആദിത്യൻ സാർ മരിച്ചതിന് ശേഷമുള്ള ഭാഗം മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. സെക്കൻഡ് പാർട്ട് ഇല്ല, ഞാനല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പോസ്റ്റിന്റെ താഴെയൊക്കെ കമന്റ്സ് വന്നിട്ട് സാന്ത്വനത്തിന്റെയാണ് ഫുള്ള് വരുന്നത്. അല്ല, ഞാനല്ല. സാന്ത്വനം 2 ഞാനല്ല എഴുതുന്നത്. സാന്ത്വനം 1-ല് ആദിത്യൻ സാർ മരിച്ചതിന് ശേഷമുള്ള ഭാഗം മാത്രമേ എഴുതിയിട്ടുള്ളൂ. സ്നേഹക്കൂട്ട് നമ്മുടെ ഓൺ സ്റ്റോറിയാണ്, നമ്മുടെ സ്ക്രിപ്റ്റ് തന്നെയാണ്. ഇതിനു മുമ്പ് അങ്ങനെ എന്തെങ്കിലും സ്ക്രിപ്റ്റിംഗിന്റെ ഞാൻ രാക്കുയിൽ എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തപ്പോൾ അതിന്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ തൊട്ട് ശേഷം എനിക്ക് തോന്നുന്നൊരു തുടക്കത്തിലെ കുറച്ച് എപ്പിസോഡ്സ്, അതായത് ഒരു 60-80 എപ്പിസോഡ് തൊട്ട് പിന്നീട് അങ്ങോട്ട് അതിന്റെ സ്റ്റോറിയും സ്ക്രിപ്റ്റും ചെയ്തിരുന്നു. ഞാനും പ്രേം സാഗർ എന്ന് പറഞ്ഞിട്ട് ഒരു റൈറ്ററും കൂടെ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. പിന്നെ മീനാക്ഷി കല്യാണം എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ചെയ്തു. അതും റിയൽ സ്റ്റുഡിയോസിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. എൻ്റെ തന്നെ സ്റ്റോറി, എൻ്റെ തന്നെ സ്ക്രിപ്റ്റും ആയിരുന്നു. മനോരമയിലാണ് ചെയ്തത്. അതിനുശേഷമാണ് ഏഷ്യനെറ്റിൽ നിന്ന് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. സോ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് തോന്നി. പക്ഷെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, അത്രയും ഹിറ്റായി പോയ ഒരു പ്രോജക്റ്റിന്റെ കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോൾ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുമെന്ന്. പക്ഷെ നമുക്ക് നമ്മുടേതായ ഒരു കഥയൊന്നും അന്ന് ആ സമയത്ത് സാന്ത്വനത്തിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. കാരണം നമുക്ക് വ്യക്തമായിട്ട് ഇന്നതാണ് ചെയ്യേണ്ടത്, ഇതാണ് ചെയ്യേണ്ടതെന്നുള്ള ചാനലിന്റെ ഭാഗത്തുനിന്നും പ്രൊഡക്ഷന്റെ സൈഡിൽ നിന്നും ഒരു വ്യക്തമായിട്ടുള്ള ഒരു പൈപ്പ് ലൈൻ അവർ തരും. ആ രീതിയിൽ ഞാൻ അതിനെ എക്സിക്യൂട്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളൂ. സ്നേഹക്കൂട്ട് വന്നപ്പോൾ നമ്മുടെ ഓൺ സ്റ്റോറി, നമ്മുടെ ഓൺ സ്ക്രിപ്റ്റിലേക്കും അത് മാറി. അപ്പം എനിക്ക് തോന്നുന്നു ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു മെസ്സേജും അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല സീക്വൻസ് ഒക്കെ ആൾക്കാരിലേക്ക് ഇന്നത്തെ ഒരു ജനറേഷൻ എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാണുന്നവര് പിന്നെ കമന്റിലൊക്കെ പറയുന്നുണ്ട്. കമന്റുകൾ ഞാൻ മാക്സിമം പറ്റുന്ന അത്രയും എല്ലാവരുടെ കമന്റും റിപ്ലൈ ഒന്നും കൊടുത്തില്ലെങ്കിൽ ഞാൻ വായിക്കാറുണ്ട്. അപ്പൊ ഒത്തിരി കമന്റുകൾ വായിക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നാറുണ്ട്. അവരുടെ പിന്നെ ഒത്തിരി പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിരുന്നു, അവരുടെ ലൈഫിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു, അപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെ പ്രതികരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. എല്ലായ്പ്പോഴും നമ്മൾ സീരിയലിലൊക്കെ സർവ്വം സഹിച്ചു നിൽക്കുന്ന നായികമാരെ കാണിക്കുന്നത്, ഫുള്ള് കരഞ്ഞിട്ട് അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഭർത്താവ് താലി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എല്ലാം വേണം ലൈഫിൽ, സെന്റിമെന്റ്സും ബന്ധങ്ങൾക്കൊക്കെ വില വേണം. പക്ഷെ എവിടെയും നമ്മൾ ടോക്സിക് ആകുമ്പോൾ പ്രതികരിക്കണം ഇന്നത്തെ കാലത്ത്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഒരു ചെറിയൊരു സ്പാർക്ക് കുറച്ച് പേരിലെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇങ്ങനെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഇങ്ങനെ വിചാരിക്കാറുണ്ട്, അതായത് എൻ്റെ എന്തെങ്കിലും ഞാനുമായി എന്തെങ്കിലും സാമ്യം വേണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് കൊണ്ടുവരണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാറുണ്ടോ? അങ്ങനെ വിചാരിക്കുന്നതിനെക്കാട്ടിലും നമ്മളുടെ ഒരു പ്രായവും നമ്മുടെ ഒരു ജീവിത സാഹചര്യങ്ങളും വെച്ച് നമുക്കുള്ള അനുഭവങ്ങളെക്കാട്ടിലും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ അനുഭവങ്ങളെ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വർക്ക് ചെയ്യുന്നത് ഞാനും ഡയറക്ടറും മനു സാറും ഞാനും പ്രേമും, ഞങ്ങൾ 3 പേരും കൂടെയാണ് കംപ്ലീറ്റ് എഫേർട്ട് ഇട്ടിട്ട് ഇതിനു വേണ്ടി വർക്ക്. ഒപ്പം സാറാണ്, ഡയറക്ടർ സാറാണെന്നുണ്ടെങ്കിലും എവറിത്തിങ് ഒരു ഈഗോ പോലും കാണിക്കാതെ നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യും. നമ്മളുടെ അടുത്ത് എല്ലാ കാര്യവും സാറ് തന്നെയായിരുന്നു. രാക്കുലിന്റെ ഡയറക്ടർ സാറായിരുന്നു. മീനാക്ഷി കല്യാണത്തിന്റെ പൈലറ്റും സാറാണ് ചെയ്തത്. അപ്പൊ ഞാൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന 3ാമത്തെ പ്രോജക്റ്റാണ്. വളരെ കംഫർട്ടബിൾ ആണ്. അപ്പൊ നമ്മളുടെ ഒരു സാറ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ന്യൂജൻ ഡയറക്ടറാണ്. അപ്പോൾ സാറിന്റെ അടുത്ത് നമുക്ക് എന്തെങ്കിലും ഒരു പറയാനാണെന്നുണ്ടെങ്കിൽ ആ പറയുന്ന രീതിയിൽ പുള്ളിക്ക് അത് കൺസീവ് ചെയ്യാനും നമുക്കത് കാണിച്ചു തരാനും പറ്റും. പിന്നെ പ്രേമാണെന്നുണ്ടെങ്കിലും ഭയങ്കര നാടകീയമായ ഡയലോഗുകളൊന്നും എഴുതാതെ നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന പോലത്തെ, നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്ന പോലെയുള്ള ഡയലോഗ്സ് ഡെലിവർ ചെയ്യാൻ പുള്ളിക്ക് പറ്റും.
പിന്നെ ഞാൻ കൊണ്ടുവരുന്ന ആ ഒരു സീക്വൻസും കഥയും അതിന്റെ സ്ക്രിപ്റ്റും. അപ്പൊ ഈ 3 പേരുടെ കോംബോ ആണ് ശരിക്കും ഇത് വർക്ക്ഔട്ടായി കാണുന്നത്. അല്ലാതെ ഇത് ഒരാളുടെ മാത്രം എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. സോ ഐ സ്റ്റിൽ ബിലീവ് ഈ ഒരു ടീം വർക്കാണ് നമുക്ക് വർക്ക്ഔട്ട് ആവുന്നത്. അപ്പൊ എല്ലാവരും അവരവരുടെ സജഷൻസ് പറയും, ഇങ്ങനെ വേണം. അപ്പൊ എല്ലാം കൂടെ എടുത്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓബ്വിയസ്ലി ചാനലിന്റെ ഭാഗത്ത് നിന്ന് ഒരു നല്ല ഗൈഡൻസ് ഉണ്ട്. ചാനലിന്റെ സൈഡിൽ നിന്ന് അവരുടെ ഫിക്ഷൻ ടീം നമ്മളെ കറക്റ്റ് ആയിട്ട് എന്താണ് വേണ്ടത് എന്നുള്ളൊരു ഗൈഡൻസ് അവരും തരും. ശരിക്കും എങ്ങനെയാ ഈ സ്ക്രിപ്റ്റ് റൈറ്റിംഗിലേക്ക് അതിനെ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് എഴുതുമായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചെറുപ്പത്തില് നമ്മൾ ഈ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലൊക്കെ നടക്കില്ലേ, അപ്പൊ എനിക്ക് ഓടുക ചാടുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇഷ്ടമല്ല. മേലനങ്ങ വേദനിക്കുക, സ്പോർട്സ് എനിക്ക് ഇഷ്ടമല്ല. പരിപാടിയൊന്നും ഇഷ്ടമല്ല. സ്പോർട്സ് എനിക്കിഷ്ടമല്ല. പിന്നെ ഡാൻസ് എനിക്കറിയില്ല, പാട്ട് എനിക്കറിയില്ല. എനിക്ക് ആകെ അറിയുന്ന പരിപാടി പടം വരയ്ക്കുക, എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് എഴുതുക. അപ്പൊ ഞാൻ വീട്ടിൽ ഒറ്റ മോളാണ്. അപ്പൊ നമുക്ക് വേറെ ടൈം പാസ് ഒന്നുമില്ല. അപ്പൊ വീട്ടിൽ ആ സമയത്ത് അപ്പച്ചന്റെ ചേട്ടൻ വായിച്ചിരുന്ന അമ്മാമ്മ ടീച്ചറായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ ഒത്തിരി ബുക്സ് വീട്ടിലുണ്ട് ലൈബ്രറിയിൽ. അപ്പൊ നമ്മള് വേറെ കളിക്കാൻ പോകാനൊന്നും പറ്റൂലല്ലോ. ടി വി ഒരുപാട് കാണാൻ വീട്ടിൽ സമ്മതിക്കില്ല, പഠിക്കേണ്ട കാരണം. അപ്പൊ പിന്നെ ഉള്ള സമയം പിന്നെ ഈ ബുക്കൊക്കെ മറച്ചു നോക്കി ഇതൊക്കെ ഇരുന്ന് അങ്ങനെ കുറച്ചൊക്കെ കഥകളൊക്കെ വായിച്ചിട്ടുള്ളൊരു ചെറുപ്പത്തിൽ അതിനുള്ളൊരു ടൈം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിന് ഞാൻ പറഞ്ഞ പോലെ വെയിലുകൊണ്ട് ഓടുന്ന പരിപാടി എനിക്ക് ഇഷ്ടമല്ല, ഡാൻസ് കളിക്കാൻ എനിക്ക് അറിയില്ല. പിന്നെ എനിക്ക് ആകെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതുപോലെ എന്തെങ്കിലും വരയ്ക്കുന്നതോ എഴുതുന്നതോ ഒക്കെയാണ്, നമുക്കതേ അറിയുള്ളൂ. അപ്പൊ അവിടെ ചെന്നിരിക്കുന്ന അവരെന്തെങ്കിലും ഒരു ടോപ്പിക്ക് തരും, കുറച്ചു നേരമൊക്കെ ആലോചിച്ചിരുന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതും, എന്തെങ്കിലും സമ്മാനമൊക്കെ കിട്ടും, അത് വീട്ടിൽ കൊണ്ടുവരും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിനെക്കാട്ടിലും മേലെ നമ്മളൊരു സ്ഥിരം കഥ എഴുതലോ അങ്ങനെയൊന്നും ഇല്ല. കാരണം എൻ്റെ വീട്ടിലുള്ളൊരു സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മൾ പഠിക്കുക. അങ്ങനെ ഒരു ഫാമിലി ആയിരിക്കും അല്ലെ, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് അമ്മൂമ്മ ടീച്ചറാന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായി. അപ്പൊ നമ്മുടെ വീട്ടില് എല്ലാ ദിവസവും കാലത്ത് എണീക്കാം, മറ്റേ നമ്മളുടെ മാത്തമാറ്റിക് ടേബിൾ പഠിക്കുക, മറ്റേ സ്പെല്ലിംഗ് പഠിക്കുക, ഡിക്ഷണറി 5 വാചകം, ഇങ്ങനെ എല്ലാ ദിവസവും പഠിക്കുക. അങ്ങനെ ഒരു ലൈഫായിരുന്നു. അപ്പൊ പിന്നെ ആകെ ഒരു എന്റർടൈൻമെന്റ് ഇങ്ങനെ കുറച്ച് ബുക്സ് വായിക്കുക, കുറച്ച് പെയിന്റ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് ഒറ്റയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു സിംഗിൾ കുട്ടികളായിട്ടുള്ളവർക്ക് ഇത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാം. ഒറ്റക്കുട്ടിയാണ്. അപ്പൊ നമുക്കറിയാം ഒരു പരിധിക്ക് മേലെ നമ്മളെ പെൺകുട്ടികളൊന്നും അപ്പുറത്തെ വീട്ടിലൊന്നും കളിക്കാനൊന്നും വിടൂല. തൃശ്ശൂരൊക്കെ അല്ലേ വീട്, അറിയാലോ. നമ്മളൊരു പരിധിക്ക് മേലെ കളിക്കാനൊന്നും ഏജ് ആയി കഴിഞ്ഞാൽ അല്ല, കുറച്ചല്ല, നമുക്കൊന്നും. പക്ഷെ എന്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നു. ആണല്ലേ? ഞാൻ പിന്നെ അങ്ങനെ കേട്ടിരുന്നില്ല, ഞാൻ പിന്നെ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം. എനിക്ക് അങ്ങനെ പറ്റുമായിരുന്നില്ല, വേറെ ഓപ്ഷൻ ഇല്ല. അപ്പുറത്തും അങ്ങനെ ഒരു ഓപ്ഷൻ കളിക്കാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ എഴുതും എന്നല്ലാതെ പിന്നെ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് വലുതായി ഇപ്പൊ സ്കൂൾ മാഗസിനിലൊക്കെ എന്തെങ്കിലും എഴുതി തുടങ്ങി. അപ്പൊ ഇത് പ്രിന്റ് ചെയ്ത് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാണുമ്പോൾ. അങ്ങനെയൊക്കെ എഴുതുന്നല്ലാതെ ഞാൻ അങ്ങനെ കഥ വലിയൊരു രീതിയിൽ ഇതൊരു പാഷനേറ്റ് ആയിട്ടൊന്നും ചെയ്തിരുന്നില്ല. പക്ഷെ സീരിയലിൽ അഭിനയിക്കാൻ വന്ന സമയത്ത് നമ്മൾ ആദ്യം കുറെ നാൾ അഭിനയിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെന്താണ് ഈ പ്രോസസ്സ്, ഇതെന്താണ് ഈ സിസ്റ്റം, എന്താണ് 1 ലൈൻ, എന്താണ് സ്ക്രിപ്റ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ നമുക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് നമ്മൾ പഠിക്കും. അങ്ങനെ പഠിച്ച് ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ ബൊമ്മലാട്ടം എന്ന് പറഞ്ഞ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ പ്രൊഡക്ഷൻ തന്നെ അവരുടെ അടുത്ത സീരിയലിനുള്ള സ്റ്റോറി ചാനലിൽ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ചാനലിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് ഒരു സ്റ്റോറി ഒരിക്കലും എടുക്കില്ല. അവർക്കൊരു 3 ഓപ്ഷൻ കൊടുക്കണം, ABC എന്ന് പറഞ്ഞിട്ട്. ഈ 3 ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ ആയിരിക്കും അവർ സെലക്ട് ചെയ്യുക. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ പ്രൊഡക്ഷൻ ഹൗസ് ഈ 3 ഓപ്ഷൻ കൊടുക്കുമ്പോൾ അവർ ഓൾറെഡി അവർക്ക് ഏതാ വേണ്ടതെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. പിന്നീട് കൊടുക്കുന്ന 2 ഓപ്ഷൻ, അതായത് Bയും Cയും ഡമ്മി ആയിട്ടാണ് കൊടുക്കുക. അതുപോലെ അന്ന് ഡമ്മി ആയിട്ട് കൊടുത്തതാണ് എന്റെ പ്രോജക്റ്റ്. അന്ന് എന്തോ ഒരു ഭാഗ്യത്തിന്, എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു അന്ന് എന്തോ ഒരു ലക്കും ദൈവാനുഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ആദ്യമായിട്ട് സെലക്ട് ആയി. വിധി എന്ന് പറയുന്ന സീരിയൽ സൺ ടിവിയിൽ വന്നു. വിധി എന്ന് പറഞ്ഞ പോലെ തന്നെ സെലക്ട് ആയി. പേരും കറക്റ്റ് മാച്ച്. വിധി എന്നായിരുന്നു അതിന്റെ പേര്. പക്ഷെ ഞാൻ ഇട്ടിട്ടുള്ള പേരല്ല, അതൊക്കെ ചാനലിൽ നിന്നിട്ട പേരാണ്. വിധി. എനിക്ക് തമിഴിൽ അങ്ങനെ എഴുതാനൊന്നും അറിയില്ലായിരുന്നു. അത് നമ്മളന്ന് ഇംഗ്ലീഷിലാണ് സ്ക്രിപ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അവർ തമിഴിൽ അവർ മാറ്റി ചെയ്തായിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട്. അപ്പൊ ഓരോ ഷെഡ്യൂളും ഞാൻ കണ്ടന്റ് മാത്രം നമ്മൾ എന്താണെന്നുള്ളത് എഴുതി കൊടുക്കും. അങ്ങനെയാണ് ആദ്യമായിട്ട് എഴുതുന്നത്. അപ്പം പിന്നെ അന്ന് എനിക്ക് അതിനോടൊരു അത്ര പാഷനേറ്റോ അല്ലെങ്കിൽ അടുത്ത പ്രോജക്റ്റ് ചെയ്യണം അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അന്നും ഇന്നും ഇപ്പോഴും ഇല്ല അടുത്തത് ഇന്നത് ചെയ്യണം എന്നൊന്ന്. ഓരോന്ന് കഴിയുമ്പോൾ അടുത്തത് ഈശ്വരനായിട്ട് തരും, അടുത്തത് തരും. അങ്ങനെ ഞാനിങ്ങനെ ഒരു ഒഴുക്കിൽ അങ്ങനെ പോകുന്നു. ഇപ്പൊ നമ്മൾ സീരിയലിലേക്ക് വരുമ്പോൾ ചില സീരിയലുകൾ 1000 എപ്പിസോഡൊക്കെ പോകുന്നുണ്ട്, ഇപ്പൊ അറിയാലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സീരിയല് ചില സിറ്റുവേഷൻ അനുസരിച്ച് സ്ക്രിപ്റ്റിൽ മാറ്റം വരുത്തും, പെട്ടെന്ന് സംഭവിക്കുന്നതിന് വേണ്ടി അങ്ങനെ വരാറുണ്ടോ എപ്പോഴെങ്കിലും?
അങ്ങനെ ഞാൻ 1000 എപ്പിസോഡിനുള്ള ഇതുവരെ എഴുതിയിട്ടില്ല. എന്നാലും എഴുതിയതിന് എപ്പോഴെങ്കിലും ഇല്ല ഇല്ല, നമ്മള് അങ്ങനത്തെ സീരിയൽസിൽ തമിഴിലൊക്കെ അഭിനയിച്ചപ്പോഴുള്ള 1000 എപ്പിസോഡിന് മേലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണെന്ന് പറയുമ്പോൾ സീരിയലിനെ സംബന്ധിച്ചിടത്തോളം ഒരു 10-200 എപ്പിസോഡ് കഴിയുമ്പോൾ ഡയറക്ടർ മാറും, റൈറ്റർ മാറും, പിന്നെ അവർ വരുമ്പോൾ അവരുടേതായ കഥകൾ വരും, ചിലപ്പോൾ സമകാലിക സംഭവങ്ങൾ വരും. അവർക്ക് എപ്പോഴും ഇതൊരു കലാസൃഷ്ടി എന്നുള്ളത് പോലെ തന്നെ ഇതൊരു ബിസിനസ്സാണ്. ഇതിനൊരു TRP ഉണ്ട്, ഇതിനൊരു റീച്ച് ഉണ്ട്. സോ അപ്പം നമ്മൾ അതിനും കൂടി വേണ്ടിയാണ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതല്ലാതെ നമ്മളുടെ ഒരു എന്താ പറയുക, എൻ്റെ ഭയങ്കരമായൊരു കലാസൃഷ്ടി എന്ന് പറഞ്ഞാൽ നമുക്കത് ഒരിക്കലും വർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കത് എഴുതാൻ മാത്രമേ പറ്റുള്ളൂ. ഒരിക്കലും ഇതിനെ ഇമാജിനറി വേൾഡിലേക്ക് നമുക്കിതിനെ ഫിലിം ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ഓൺസ് വരും. അല്ല, ഇപ്പോൾ നമ്മൾ റീസെന്റ് ആയിട്ട് ഒട്ടുമിക്ക സീരിയലിലും ഓണം, വിഷു അങ്ങനത്തെ സെലിബ്രേഷൻസ് ഒക്കെ കാണാറ്. അപ്പൊ എന്തായാലും മുൻകൂട്ടി എഴുതിയ സംഭവമാണെങ്കിൽ ഉണ്ടായിരിക്കില്ലല്ലോ. അല്ല, നമ്മളിപ്പോ അടുത്ത മാസം ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഓണത്തിന്റെ സീസൺ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഓണത്തിന് വെക്കും. ചാനൽ തന്നെ നമ്മുടെ അടുത്ത് പറയും ഇന്ന കണ്ടന്റ് വേണം എന്നുള്ളത് അവർ തന്നെ പറയും. ഇപ്പൊ ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്, എന്തെങ്കിലും ഇനി പുതുതായിട്ട് സ്ക്രിപ്റ്റിൽ കൊണ്ടുവരാൻ തോന്നിയിട്ടുണ്ടോ? അതായത് ഒരു സ്ഥിരം പാറ്റേൺ മാറ്റി പുതുതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരാൻ? എനിക്ക് തോന്നുന്നു ഈ സ്നേഹക്കൂട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് സ്ഥിരം പാറ്റേണിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മാറ്റി പിടിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ, ഞാൻ പറഞ്ഞില്ല, ഒന്നും അങ്ങനെ പ്രീ പ്ലാൻഡ് അല്ല. ഇതങ്ങനെ ആ വർക്ക് എഴുതാനായിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് തലയിൽ തോന്നുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാനും പ്രേമും കൂടെ സംസാരിച്ചുകൊണ്ടാണ് നമ്മൾ വൺ ലൈൻ ഇടുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മളുടെ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ചിന്തകളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങളാണ് നമ്മൾ എഴുതി വരുന്നത്. അല്ലാതെ ഒരിക്കലും ഇന്നതെ ഒരു ബേസിക് ഒരു സ്റ്റോറി ലൈൻ മനസ്സിലുണ്ടായിരിക്കും. പിന്നെ സീക്വൻസും കുറച്ച് രസമുള്ള കാര്യങ്ങളൊക്കെ വന്ന് ആ ടൈമിൽ ഒരു ഡിസ്കഷനിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. അപ്പൊ സ്നേഹക്കൂട്ടിൽ എപ്പോ വേണമെങ്കിലും ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാല്ലേ? ഉറപ്പായിട്ടും അതിൽ ഇഷ്ടംപോലെ ട്വിസ്റ്റ് ഉണ്ട്, ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ ഇനി അല്ലെ കാണുന്ന പ്രേക്ഷകരോട് പറയാലോ, ഇനിയും കൂടുതൽ ട്വിസ്റ്റ് പ്രതീക്ഷിക്കാം. ഇത് അങ്ങനെയാണ്, ഞാൻ പറഞ്ഞില്ലേ, വലിച്ചു നീട്ടി അങ്ങനെ കഥ പറയുന്ന ഒരു സ്റ്റോറി അല്ല. പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു പോകുന്നതും വളരെ പ്രാക്ടിക്കൽ, റിയലിസ്റ്റിക് ആയിട്ട് നടക്കുന്നതാണ്. അങ്ങനെ മറ്റേ വിഷം കൊടുക്കുന്നതും കാറിന്റെ കേബിൾ കട്ട് ചെയ്യുന്നതും അങ്ങനെയുള്ള ടോക്സിക് സംഭവങ്ങൾ ഇതിനകത്ത് വളരെ കുറവാണ്. ഇന്നത്തെയൊക്കെ ഒരു 25-നും 30-നും ഇടയിൽ പ്രായമുള്ള ഒരു പെൺകുട്ടികളുടെ ജീവിതത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു യങ്ങർ ജനറേഷൻ അത് ഒത്തിരി അവരുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ. ഇപ്പോൾ അപ്സര സീരിയൽ ആക്ട്രസ് ആണെങ്കിലും ഇപ്പൊ എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആൾക്കാർക്ക് അപ്സരയുടെ സാരി ഒക്കെ കണ്ടിട്ടാണ് ഫാൻസ് എന്ന്, അല്ലെ? ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാല് ഫുൾ സാരി ഫാൻസാ, അല്ലേ? ഞാനേ ഒരു പ്രാവശ്യം ഒരു പ്രോഗ്രാമിന് പോയി. ആ പ്രോഗ്രാമിന് പോയിട്ട് നിന്നപ്പോൾ ഒരു കുഞ്ഞു കൊച്ച് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന കൊച്ച്, അതിന്റെ അമ്മയുടെ കൈയൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പൊ ആ കുട്ടിയുടെ അടുത്ത് ആ ചേച്ചി ചോദിക്കാണ്, ഇതാരാന്ന് മനസ്സിലായോ എന്ന് വെച്ചപ്പോ ആ കുട്ടി ഇങ്ങനെ മനസ്സിലായി, ഇൻസ്റ്റാഗ്രാമിൽ സാരി എടുക്കുന്ന ചേച്ചി എത്ര. ഞാൻ കരുതി ഇപ്പോ ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ സീരിയലൊക്കെ കണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്ന കരുതി ഞാൻ ഇങ്ങനെ വലിയ പ്രതീക്ഷയോട് കൂടിയാണ് നോക്കിയത്. കുട്ടി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇൻസ്റ്റാഗ്രാമിൽ സാരി എടുക്കുന്ന ചേച്ചി എത്ര, ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഇടുന്നൊക്കെ പറഞ്ഞ് കാണിച്ചെന്ന്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനിയുള്ള ഒരു ജനറേഷനൊക്കെ ചിലപ്പോൾ നമ്മൾ അങ്ങനെ. പക്ഷെ എന്തുമാത്രം സാരികൾ, ഇത്ര സ്വന്തമായിട്ടുള്ള സാരികളാണോ അതൊക്കെ കൊളാപ്സ് ആണോ, എങ്ങനെ എനിക്ക് ചോദിക്കണം എന്നുണ്ടായിരുന്നു. ഫുൾ എത്ര ഡിഫറെന്റ് ആയിട്ടുള്ള സാരികൾ ഫുള്ള്. ഈ സാരി എന്ന് പറയുന്നത് കുറെ തുടങ്ങിയത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ലൈഫിൽ ഞാൻ ഒത്തിരി ലോ ആയിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന്, ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു ടൈമിൽ. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഭയങ്കര ബ്ലാങ്ക് ആയിരുന്നു. നമ്മുടെ ഓഫീസും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ബട്ട് ഞാൻ സോഷ്യൽ മീഡിയയിലൊന്നും ആ സമയത്ത് ഒട്ടും ആക്റ്റീവ് ആയിരുന്നില്ല. ഭയങ്കര ലോ ആയിരുന്നു. അപ്പൊ എനിക്ക് ആ ഒരു സമയത്ത് ജസ്റ്റ് ഒരു ആക്റ്റീവ് ആവാൻ വേണ്ടി എനിക്ക് സീരിയലിലൊക്കെ നമ്മൾ അഭിനയിച്ചപ്പോൾ ഒത്തിരി സാരികൾ ഇരിപ്പുണ്ടായിരിക്കുമല്ലോ, അതിൽ നിന്ന് വെറുതെ 2-3 സാരിയൊക്കെ കൊടുത്ത് റീലൊക്കെ ചെയ്തപ്പോൾ അത് മില്യൺ വ്യൂസ് പോയി ആദ്യം. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ. അങ്ങനെ ഞാനൊരു 5-6 സാരി റീൽ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഓരോരുത്തർ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി, ഞങ്ങളൊരു സാരി അയച്ചെന്നാൽ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ നോർമലി നമ്മൾ ഇൻസ്റ്റയിൽ അങ്ങനെ ഒരു കൊളാബറേഷൻ ചെയ്യണമെങ്കിൽ ഞാൻ വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് ചാർജ് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും ഒരു ഭയങ്കര പൈസ ചോദിക്കാറില്ല. വളരെ എല്ലാവർക്കും ഒരു ബ്രാൻഡിനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പൈസയെ ഞാൻ ചാർജ് ചെയ്യാറുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിൻ്റെ പേരിൽ ഞാൻ ചെറിയൊരു കൊളാബറേഷൻ ചെയ്ത് തുടങ്ങി. പക്ഷെ എന്നാലും ചില സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ ആൻറ്റർപ്രനേഴ്സ് ഒക്കെ വന്നിട്ട് അവരുടെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ഞാൻ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്ത് ഓണം വിഷു സീസൺ കഴിഞ്ഞു പോയി, ഓണം വന്നു. അങ്ങനെ ഞാൻ പോലും എക്സ്പെക്ട് ചെയ്യാൻ, ഞാൻ പറഞ്ഞില്ലേ എന്റെ ലൈഫിൽ ഒന്നും പ്ലാൻഡ് അല്ല എല്ലാം. എനിക്ക് തോന്നുന്നു ഭയങ്കര റെസ്പോൺസ്, സാരി, ഓർണമെന്റ്സ് എല്ലാം. ഇതെങ്ങനെ നമ്മളിപ്പോ ഒരു സാരി കിട്ടിക്കഴിഞ്ഞാല് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യൂ ഇങ്ങനത്തെ? ഞാൻ ഒരു സാരി അങ്ങനെ ഞാൻ എപ്പോഴും എന്ത് ചെയ്യുന്ന, ഞാൻ ഇങ്ങനെ സാരി അയക്കാൻ പറയുന്നതിന് മുമ്പ് അവരുടെ അടുത്ത്
വാട്ട് എവർ നമ്മൾ പെയ്ഡ് ഓർ നോൺ പെയ്ഡ് കൊളാബ് ആണെങ്കിലും ഞാൻ ആദ്യം അവരോട് ചോദിക്കും നിങ്ങൾ അയക്കാൻ പോകുന്ന സാരി എനിക്ക് ഫോട്ടോ അയക്കും. അപ്പോൾ ആ ഫോട്ടോ കണ്ടു കഴിയുമ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും ഈ സാരി നമുക്ക് റീൽ ചെയ്താൽ വർക്കാവില്ല എന്ന്. അല്ലാതെ എല്ലാ സാരിയും ഞാൻ എടുത്ത് ചെയ്യാറില്ല. സെറ്റ് മുണ്ടാണെന്നുണ്ടെങ്കിലും ഞാൻ എപ്പോഴും റിപ്പീറ്റഡ് അല്ല, അല്ലെങ്കിൽ ഇതൊരു വെറൈറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഇതിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഉറപ്പുള്ള കോൺഫിഡൻസ് ഉള്ള കാര്യം മാത്രമേ ചെയ്യാറുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് എല്ലാം ഒരെണ്ണം കഴിയുമ്പോൾ ഒരെണ്ണം നല്ല നല്ല സാരികൾ, നല്ല നല്ല ബ്രാൻഡുകൾ. എനിക്ക് തോന്നുന്നു ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത നല്ല നല്ല ബ്രാൻഡുകളൊക്കെ കൂടെ എൻ്റെ കൂടെ വന്ന് വർക്ക് ചെയ്തു. ഞാൻ ഭയങ്കര ഹാപ്പി. ഡെയിലി അപ്പൊ വീഡിയോസ് എടുത്ത് വെക്കുക പോകുമ്പോ അങ്ങനെയാണ്? അങ്ങനെയല്ല ഞാൻ ചെയ്യുന്നത്. എന്റെ വീട്ടിലൊരു റൂം ഞാൻ ഇതിനു വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അല്ല, ഇതിന് താഴെ കമന്റ്സ് വരും, എല്ലാ ദിവസവും വീഡിയോ എടുത്ത് ചേച്ചി ഇടുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ്സ്. അങ്ങനെയല്ല, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഇപ്പൊ നിങ്ങളെ പോലെ ലൈറ്റ് ഒക്കെ വെച്ച് ഞാൻ ക്യാമറയൊക്കെ വെച്ച് ഫുൾ സെറ്റാണ് ട്രൈപോഡൊക്കെ വെച്ച് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഒരു ദിവസം മേക്കപ്പ് ചെയ്ത് റെഡി ആയില്ലെങ്കിൽ ഒരു ഫംഗ്ഷന് ഞാൻ പോയിട്ട് വരികയാണ്, ഇന്നൊരു ഷൂട്ട് ഉണ്ട്, ഞാൻ പോയിട്ട് വന്നാൽ ആ മേക്കപ്പിൽ ഞാൻ ഒരു 2 സാരി റീലെടുക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 എണ്ണം എനിക്ക് മാക്സിമം ചെയ്യാൻ പറ്റുള്ളൂ. 3 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ 3ാമത്തെ കോളായി പോകും. നമുക്ക് അതിനുള്ളൊരു എന്താ പറയുക, ഒരു തോട്ട് പ്രോസസ്സിൽ ഇതൊന്നും വെക്കാൻ എല്ലാം നമ്മൾ തന്നെ ചെയ്യണ്ടേ. സാരിയും നമ്മൾ ഉടുക്കണം, നമ്മൾ തന്നെ ക്യാമറ, നമ്മൾ തന്നെ ലൈറ്റ് വെക്കണം, നമ്മൾ തന്നെ എഡിറ്റ് ചെയ്യണം. കാരണം അത് ആർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ, സാരി എടുത്ത വീഡിയോ അല്ലേ. എല്ലാം ഒറ്റയ്ക്കാണ്. സാരി എടുക്കുന്നത് ആരെ കൊണ്ട് ചെയ്യിക്കാൻ? അതല്ല ഉദ്ദേശിച്ചത്, ആരെങ്കിലും ഇനി ഹെൽപ്പ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ക്യാമറ ഒക്കെ ആരെ വിളിക്കും? നമുക്ക് ഇങ്ങനെ ആരെങ്കിലും വിളിച്ച് നിർത്താൻ പറ്റും സാരി എടുക്കും? മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കോഇൻസിഡന്റലി സംഭവിച്ചതാണല്ലേ. എല്ലാം സീരിയൽ ആണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണെങ്കിലും പിന്നെ ഇപ്പൊ ഫാഷൻ ഡിസൈനിങ് എല്ലാം അല്ലേ. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാടൊന്നും ലൈഫിൽ ഒത്തിരി പ്ലാനുകളോടെ പോകുന്നതിനെക്കാട്ടിലും നമ്മൾക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസിലേക്ക് നമ്മൾ ഓപ്പൺ ആയിരിക്കുക. നമുക്ക് കിട്ടാൻ, അതായത് എനിക്ക് ഇന്നത് ആകണം, ഇന്നത് ചെയ്യണം, നമ്മൾക്ക് എപ്പോഴും ഒരു മോട്ടിവേഷൻ ഒക്കെ നല്ലതാണ്. ഒത്തിരി നമ്മൾ പ്ലാൻഡ് ആയിട്ട് അത് ചില കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. അപ്പോൾ അതിനെക്കാട്ടിലും നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസിലേക്ക് നമ്മൾ ഓപ്പൺ ആയിരിക്കണമെങ്കിൽ നമ്മളാരെയും നല്ലൊരു എന്താ പറയുക, നല്ലൊരു പീസ് ഓഫ് മൈൻഡും നമ്മളൊരു ഹാപ്പി പേഴ്സൺ ആണെങ്കിൽ കറക്റ്റായിട്ടുള്ള സാധനങ്ങൾ നമ്മളിലേക്ക് വരും. നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ അത് നമുക്ക് കിട്ടും. അത് എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. ഒന്നും പ്ലാനഡ് അല്ല അല്ലേ? ഇതുവരെ ഒന്നും ഞാൻ പ്ലാൻഡ് അല്ല, ഇനിയും ഞാൻ പ്ലാൻഡ് അല്ല. ഇല്ല, ഈശ്വരൻ അനുഗ്രഹിച്ച എല്ലാം കറക്റ്റ് ടൈമിൽ ഞാൻ പറഞ്ഞില്ലേ, ഓപ്പൺ ടു യൂണിവേഴ്സ്, നമുക്ക് കിട്ടാനുള്ള നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരും. അത് അങ്ങനെ ഒരു മാറിപ്പോയ പ്രോജക്റ്റുകളുണ്ട്. എല്ലാവരും ഇപ്പം നമ്മളെ കാണുമ്പോൾ നമ്മുടെ സക്സസ് ആയിട്ടുള്ള പാർട്ട് മാത്രമേ എല്ലാവരും കാണുള്ളൂ. നമ്മൾക്കും സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ എടുത്ത ഉടനെ ഒരു ദിവസം കൊണ്ട് ഈവ എന്ന് പറയുന്ന ഒരു ദൈവ.in ഇപ്പം ഇന്ന് കാണുന്ന അത്രയൊന്നും ആയതില്ല. ഞാൻ ഏകദേശം 10 years ബാക്കാണ് ഇത് തുടങ്ങുമ്പോൾ ഇറ്റ് ഇസ് ജസ്റ്റ് എ ഫേസ്ബുക്ക് പേജാണ്. അന്ന് എനിക്ക് ഒരു ക്ലയന്റ് വരുമോ അല്ലെങ്കിൽ എനിക്കൊരു ഫോൺ വരുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ഇതിലാണ് ഇരുന്നത്. കാരണം കണ്ടിന്യൂ സീരിയൽസിൽ അഭിനയിച്ച് വന്നു കഴിഞ്ഞപ്പോൾ, അതായത് ഞാൻ സൺ ടി വിയിലാണ് ചെയ്യുന്നത്. ഞാൻ 3 മെഗാ ചെയ്തു. 3 മെഗാ ചെയ്ത് കഴിഞ്ഞിട്ട് 4ാമത്തെ പ്രോജക്റ്റിലേക്ക് വന്നപ്പോൾ സൺ ടി വി തന്നെ പറഞ്ഞു ഇവരെ ഒത്തിരി പ്രോജക്റ്റിൽ വന്നു കഴിഞ്ഞു, ഇനി നമുക്ക് പുതിയ ആരെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വളരെ ജെനുവിൻ ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. കറക്റ്റ് ടൈമിന് വരും, ഞാൻ ഭയങ്കര കറക്റ്റായിരുന്നു. അങ്ങനെ അങ്ങനെ ഒരു സംസാരം വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്തിനാ എന്നെ റിജക്ട് ചെയ്യുന്നത്, ഞാൻ മാറുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ബ്രേക്ക് എടുത്ത് മാറിയ ആളാണ്. അപ്പൊ ഐ വാണ്ടഡ് ടു മേക്ക്, എനിക്ക് എന്റേതായ രീതിയിൽ എന്തെങ്കിലും ചെയ്യണം എന്നാണ് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ഇന്ന് കാലത്ത് തീരുമാനിക്കുന്നു, വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങി. സത്യം പറയാം, അതൊന്നും തുടക്കത്തിൽ അത്ര വർക്ക്ഔട്ട് ആയില്ല. അപ്പൊ എനിക്കറിയാം ഗൗൺ ഇടുന്ന ആൾക്കാർ അധികം ക്രിസ്ത്യൻ വെഡിങ്ങിലായിരിക്കും ഗൗൺ ഇടുക. കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് നമ്മൾ ഓരോ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അവിടെ ബ്രൈഡ് എന്താ ഇട്ടിരിക്കുന്നത്, എങ്ങനെയാണ് നെറ്റ് വെച്ചിരിക്കുന്നത്, എന്ത് ബൊക്കെയാണ്, അതൊക്കെ കാണാൻ എനിക്കിഷ്ടമായിരുന്നു. അപ്പം ഞാൻ പിന്നെ എനിക്ക് സാന്തോം ചർച്ചിലാണ് ചെന്നൈയിൽ പോരുന്നത്. അപ്പോൾ കുഞ്ഞൊരു ലീഫ്ലെറ്റ് അടിച്ചിട്ട് ഞാൻ ആ കുർബാന കഴിഞ്ഞ് പോകുന്ന ആൾക്കാർക്ക് ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ടൈം ഞാൻ നല്ലോണം തമിഴ് സീരിയൽസ് ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഷെയിം ഒന്നും തോന്നിയിട്ടില്ല, ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ആദ്യമായിട്ട് എനിക്ക് ഒരു ക്ലയന്റ് വരുന്നത്, ഒരു ഗൗൺ ചെയ്യാനായിട്ട് ആദ്യമായിട്ടൊരു ക്ലയന്റ് വന്നത്. പക്ഷെ ആ ക്ലയന്റിന്റെ കല്യാണം നടന്നില്ല. ആ ക്ലയന്റ് ഓർഡറൊക്കെ തന്നിട്ട് പോയി, പക്ഷെ ആ ക്ലയന്റിന്റെ കല്യാണം നടന്നില്ല. അങ്ങനെ ഈ ഗൗൺ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ വീട്ടിലൊരു ബെഡ്റൂമാണ് ആദ്യമായിട്ട് ടി വി ആയിട്ട് ഞാൻ കൺവേർട്ട് ചെയ്യുന്നത്. കടയൊന്നും അല്ല എനിക്കൊരു ജസ്റ്റ് ഒരു ഇത്രയും പോകുന്നത് നമ്മുടെ ഈ റൂമിന് അത്രയുള്ള ഒരു ബെഡ്റൂം മാത്രമാണ് ഞാൻ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഗൗണും ഞാനും മാത്രമായി. പിന്നെ ഒരാഴ്ച എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, ഇനി എന്ത് ചെയ്യും എന്ന് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പൊ ഞാൻ കവർ ചെയ്ത് അതിനെ എടുത്തു വെച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത സൺഡേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ക്ലയന്റും കൂടെ വന്ന്. അപ്പൊ അവര് പറഞ്ഞു എല്ലാം ഓക്കെയാണ്, ഓർഡർ തരാം, പക്ഷെ നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വർക്ക് എനിക്ക് കാണണ്ടേ. അപ്പൊ ഞാൻ ഓക്കെ റെഡി, ഞാൻ ആ ഗൗൺ പഴയതല്ല ഒരാഴ്ച ആയിട്ടുള്ളൂ, അപ്പൊ ഈ ഗൗൺ എടുത്തുകൊണ്ട് അപ്പൊ അവര് സാറ്റിസ്ഫൈഡ്. അങ്ങനെയാണ് എനിക്ക് ആദ്യത്തെ ഓർഡർ കിട്ടുന്നത്. അങ്ങനെ അതിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ ആദ്യമൊക്കെ തുടക്കത്തിൽ ഒരു മാസത്തിൽ മേ ബി ഒരു 2 or 3 ഓർഡേഴ്സ് കിട്ടുമായിരുന്നു. ചെന്നൈയിലുള്ള വർക്ക് മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ.
പിന്നെ പതുക്കെ പതുക്കെ അത് നാഗർകോവിൽ, മധുരൈ അങ്ങനെ കുറച്ചായി. പിന്നെ കേരളത്തിലേക്ക് വന്നു. ഇപ്പോ ആ ഗൗൺ ഇപ്പൊ എവിടെ ഉണ്ട്? ആ ഗൗൺ അവരുടെ വെഡിങ് നടന്നു വീണ്ടും. ആണല്ലേ? അതിനുശേഷം പക്ഷെ ആ ഗൗണല്ല, ഒരു പുതിയ ഗൗൺ തയ്ച്ചു. അപ്പൊ നമ്മൾ ആ ഗൗൺ വന്നിട്ട് കുറച്ചും കൂടി ഡിസേർവിങ് ആയിട്ട് ഉള്ളൊരു കുട്ടിക്ക് ആ മെഷർമെന്റ് വന്നപ്പോൾ നമ്മളത് കൊടുത്തു. നമുക്ക് ഈശ്വരൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് തരുമ്പോൾ നമ്മൾ അങ്ങോട്ടും കൊടുക്കാൻ നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് തന്നെ തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. അതെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആൾക്കാരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് ഇനിയിപ്പോ എന്നാണ് ബാക്ക് ടു ആക്ടിങ്? അതായത് ഇപ്പൊ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണല്ലോ മെയിൻ ആയിട്ടുള്ളത്, ഇനിയിപ്പോ എന്നാണ് സീരിയലിലൊക്കെ കാണാൻ പറ്റുകയെന്ന് ചോദിക്കുന്നുണ്ട്. ഈശ്വരന് മാത്രം അറിയാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒന്നും പ്ലാൻഡ് അല്ല. എല്ലാം ലൈഫിൽ ഓരോ സമയത്ത് ഇങ്ങനെ ഇനി അത് നടക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഒരു ടീം, ഒരു നല്ല പ്രോജക്റ്റ് വന്നാൽ ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യില്ല എന്നൊന്നുമില്ല. പണ്ടും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നില്ല. എപ്പോഴും ഒരു ടൈം ഒരു പ്രോജക്റ്റ് ചെയ്യുന്നു, ഒരു ചെറിയ ബ്രേക്ക് എടുക്കുന്നു. അധികം പ്രോജക്ട്സ് ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. കുറച്ച് പ്രോജക്ട്സ് ചെയ്തിട്ടുള്ളൂ. ഈശ്വരൻ അനുഗ്രഹിച്ചാൽ ചെയ്തിട്ടുള്ള കുറച്ച് പ്രോജക്റ്റ് നല്ല പ്രോജക്റ്റ് ആണ്, നല്ല പ്രോജക്ട്സ് ആണ്. അപ്പൊ എനിക്ക് ആ ഒരു നമ്മൾ ഈ എന്താ പറയാ, ഒത്തിരി എന്നും അഭിനയിക്കുന്നതിനെക്കാട്ടിലും ചെയ്തത് നല്ലതായിട്ട് ആൾക്കാരുടെ മനസ്സിലുണ്ട് എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അത് ആൾക്കാർക്ക് ആ കാണുമ്പോൾ ഒരു സ്നേഹവും നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല പ്രോജക്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യാം. ഇപ്പൊ അടുത്ത് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, ഒന്നും പ്ലാൻഡ് അല്ല. ഇപ്പൊ എന്റെ ഫുൾ കോൺസെൻട്രേഷൻ ഈ സ്നേഹക്കൂട്ട് പറഞ്ഞ സീരിയലിലാണ്. അതിലാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ കിട്ടിയ ഒരു പ്രോജക്റ്റ് ആയിരുന്നു സ്നേഹക്കൂട്ട് എന്നുള്ളത്. ശരിക്കും അതിന് മുമ്പ് വേറൊരു പ്രോജക്റ്റാണ് അവർ ചാനലിൽ നിന്ന് തന്നത്. എനിക്ക് അതിനകത്ത് അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് വേണ്ടാന്ന് ഞാൻ തന്നെ അവരോട് പറഞ്ഞിട്ട് രണ്ടാമത് എനിക്ക് അപ്രോച്ച് ചെയ്തിട്ട് അങ്ങനെ വന്നൊരു പ്രോജക്റ്റാണിത്. സോ ഇതിൽ എൻ്റെ 100% ഇതിനകത്താണ് ഇപ്പൊ ഞാൻ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഓഡിയൻസ് ഫുൾ വെയിറ്റിംഗ് ആണ് ബാക്ക് ടു ആക്ടിങ്. അതൊക്കെ കാണാൻ വേണ്ടിട്ട് വെയിറ്റിംഗ്. എല്ലാരും കമന്റ്സ് ഒക്കെ കാണാറില്ലേ? കമന്റ്സ് ഞാൻ തിരിച്ചു വരണം അതൊക്കെ ഞാൻ കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ചെയ്ത കുറച്ച് പ്രൊജക്ടുകൾ ഭയങ്കര ഹിറ്റ് ആയതുകൊണ്ടാണ് ഇപ്പോഴും അവര്, അതായത് മാനസ ദേവൻ എന്നുള്ള ആ കോംബോ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ, കുറച്ചാണെങ്കിലും നമ്മൾ ക്വാണ്ടിറ്റിനെക്കാട്ടിലും ക്വാളിറ്റി മെയിൻ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ആ ഒരു ക്വാളിറ്റി നമ്മൾ അന്നും ഇന്നും നമ്മുടെ പ്രോജക്റ്റിലും വർക്കിലും ഒക്കെ വർക്ക് സ്പേസിലും ഞാനത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഒരു, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും കേട്ടോ. രണ്ട് എക്സ്ട്രീം ഉണ്ട്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. പക്ഷെ എൻ്റെ വർക്ക് വൈസ് ഞാൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ വരാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഈ പറഞ്ഞൊരു ടീമോ കാര്യങ്ങളോ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് അങ്ങനെ ഒരു ഇതുണ്ട് നമ്മുടെ ലൈഫിൽ, അങ്ങനെ വരാനുണ്ടെങ്കിൽ തിരിച്ചു വരും. നോക്കാം. രഞ്ജിത്തേട്ടൻ എവിടെയാണ് ചോദിക്കട്ടെ? രഞ്ജിത്തേട്ടൻ രഞ്ജിത്തല്ല, ദേവൻ എന്ന് ചോദിക്കേണ്ടി വരും. ഏട്ടൻ തന്നെയല്ല വിളിക്കാറ്. പുള്ളി ഇവിടെ എറണാകുളത്ത് തന്നെ ഉണ്ട്. ഞങ്ങൾ ഇപ്പോഴും നല്ല ഫ്രണ്ട്സ് ആണ് നമ്മള്. പുള്ളിയും അതറിയാം, ഫോട്ടോസ് ഒക്കെ ഇൻസ്റ്റയിൽ കാണുന്ന കാരണം ആ സീരിയൽ അവസാനിച്ചു എന്ന് തോന്നുന്നില്ല. ഫുൾ ഫോട്ടോസ് അല്ലേ? നമ്മള് ഇപ്പോഴും അന്നും ഇന്നും നമ്മള് നല്ല ഫ്രണ്ട്സ് ആണ്. എന്റെ ശരിക്കും പറഞ്ഞ എന്റെ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലിയാണ് അവര്. രഞ്ജിത്തേട്ടനും ജ്യോതി ചേച്ചിയും മോളും എല്ലാവരും എൻ്റെ ഒരു എന്താ പറയാ, എപ്പോഴും ഇവിടെ ഞാൻ എറണാകുളത്ത് വരുന്ന സമയത്ത് ഞങ്ങൾ അവരെ മീറ്റ് ചെയ്യാറുണ്ട്, നമ്മൾ കാണാറുണ്ട്. അടിപൊളിയായിട്ട് പോകുന്നു. ഒന്ന് വിളിക്കാൻ പറ്റുമോ ഇപ്പോ? അതിനെന്താ, വിളിക്കാലോ. വിളിച്ചിട്ട് എന്താ പറയാ, പറ്റിക്കോ? അയ്യോ, പറ്റിക്കുന്ന കാര്യത്തിലൊക്കെ ഞാൻ ഭയങ്കര പോവാറാണ്. അല്ല, എന്നാലും ഒന്ന് വിളിക്കാം. വിളിച്ചിട്ട് എന്താ പറയണ്ടേ? വിളിച്ചിട്ട് ഇവിടെയാന്ന് പറയരുത്, ഷൂട്ടിംഗ് ആണെന്ന് പറയരുത്, വേറെ എവിടെയെങ്കിലും ആണെന്ന് പറയോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന്. ഇതിന് മാത്രമുള്ള കഴിവ് എനിക്കില്ല. ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി, അതായത് ഞാനിവിടെ വന്നു പക്ഷെ ഇതുവരെ ഷൂട്ട് ഒന്നും തുടങ്ങിയില്ല, ഞാൻ കട്ട പോസ്റ്റ് ആണ്, എന്താ ചെയ്യാ, അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ മതി. അങ്ങനെ എന്തെങ്കിലും തോന്നരുത് കേട്ടോ. തോന്നും, പ്രാങ്ക് ആണെന്നൊന്നും തോന്നരുത്. ലൗഡിലിടണേ. അതിടാം. ഞാൻ വിളിച്ചാ പുള്ളി എടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പുള്ളിക്ക് അങ്ങനെ വിളിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് എടുക്കില്ലെന്ന് ഇപ്പൊ അറിയാം. എടുക്കും, പക്ഷെ നല്ലൊരു അടിപൊളി പ്രാങ്ക് ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. നിങ്ങൾ ഞെട്ടിപ്പോവും. അവസാനം നിങ്ങൾ വിടണം കേട്ടോ. ഇടും. ഹലോ ഏട്ടാ. ഹലോ. ഏട്ടാ തിരക്കിലാണോ? ഇല്ല പറഞ്ഞോ. ഏട്ടാ, അതെ ഇവിടെ ഇവര് യൂട്യൂബിൽ ഞാൻ ഇവിടെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി എറണാകുളത്ത് വന്നിരിക്കുകയാണേ. അപ്പൊ ഇവിടെ നമ്മളിങ്ങനെ ഏട്ടന്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോ നമ്മുടെ യൂട്യൂബിൽ മറ്റേ 154 മില്യൺ അടിച്ച വീഡിയോ ഇല്ലേ, അത് ഇവരെല്ലാവരും കണ്ടു, ഇവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ വേറൊരു കോസ്റ്റ്യൂം, ഈ ഒരു 154 മില്യൺ അടിച്ചത് കൊണ്ട് ആക്ച്വലി അവര് പറയുന്ന വേറെ അവർക്കും കൂടെ യൂട്യൂബിനകത്ത് അവരുടെ യൂട്യൂബ് ചാനലിൽ ഇടാൻ ഏട്ടൻ ഒരു വീഡിയോ കൊടുക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഏട്ടൻ ഭയങ്കര പാവമാണ്, ചോദിച്ചാൽ പെട്ടെന്ന് ഇങ്ങനത്തെ വീഡിയോ തരും. അപ്പൊ ഏട്ടൻ ഇവിടെ എറണാകുളത്ത് ഇവരുടെ ഓഫീസിൽ വന്നിട്ട് ഇവര് കോസ്റ്റ്യൂം ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഏട്ടൻ ഒരു വീഡിയോ കൊടുക്കുവോ അവർക്ക്?
നീ എന്നെ അവിടെ നാറ്റിക്കാനുള്ള പരിപാടിയൊക്കെയാണല്ലേ? ഏട്ടാ ഞാൻ കയ്യബദ്ധം പറ്റിയെന്നും പറഞ്ഞ് കയ്യബദ്ധം ഏട്ടനല്ലല്ലോ പറ്റിയത്, അജിച്ചേട്ടനല്ലേ പറ്റിയത്. അതൊക്കെ പോട്ടെ, ഞാൻ വളരെ സീരിയസ് ആയിട്ടുണ്ട്. ഏട്ടൻ അവർക്ക് വീഡിയോ കൊടുക്കോ? പിന്നെ ഒരു കാര്യം, ഏട്ടാ താടിയെ ഒന്ന് ഷേവ് ചെയ്യണം. മീശ മീശ നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ? ഇല്ല മീശ കുഴപ്പമില്ല ഏട്ടാ, താടി മാത്രം ഷേവ് ചെയ്താൽ മതി. ഏട്ടൻ ഓക്കെ ആണോ? ഒന്ന് പോയാട്ടാ. ഇല്ല ഏട്ടാ, ഇത് അടിപൊളിയായിരിക്കും, നല്ല കണ്ടന്റ് ആണ്, വൈറലായിരിക്കും, നല്ല റീലാണ്. ഇവിടെ എല്ലാം സെറ്റാ. ഇനി വേറെ ആരെങ്കിലും നോക്കാം, എനിക്ക് ഒരെണ്ണം കൊണ്ട് തന്നെ മതിയായി. അങ്ങനെ പറയല്ലേ ഏട്ടാ. നല്ല അടിപൊളി സാരിയാണ്, എനിക്ക് കൊളാബറേഷൻ ആയിട്ട് വന്ന സാരിയാണ്, ഓണത്തിന്റെ തീമാണ്. അത്യാവശ്യം എമൗണ്ട് ചേച്ചി കിട്ടിയിട്ടില്ലേ? അപ്പൊ അത് മതി. ഇനിയിപ്പോ തൽക്കാലം നമുക്ക് വേറെ. ഏട്ടാ ഇതൊരു പ്രാങ്ക് കോൾ ആണ്, ഇത് സ്പീക്കറിലാണ്, ഇത് പൈസ കിട്ടിയതൊന്നും പറയരുത്. അത്യാവശ്യം പുറത്തുവല്ലോ. യൂട്യൂബിലൊക്കെ ഇട്ടിട്ടില്ലേ? യൂട്യൂബിലൊക്കെ ഇട്ട് ചെറിയ രീതിയിൽ പൈസ ഒക്കെ ഉണ്ടാക്കി കേട്ടോ, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. 158 മില്യൺ 154 മില്യൺ ഓടി, അതിന്റെ രീതിയിൽ ഞാൻ ചെറുതായിട്ട് ഞാൻ പൈസ ഉണ്ടാക്കി. ശരി ശരി ശരി. 154 മില്യൺ. 154 മില്യൺ, ഒരു 100 മില്യൺ വരെയൊക്കെയല്ലേ നമ്മളിപ്പോ സംസാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വീണ്ടും 54 മില്യണും കൂടി പോയത്. എന്ത് ചെയ്യാം, ഏട്ടൻ ഈജിപ്തിൽ നിന്ന്, മലേഷ്യയിൽ നിന്ന്, സിംഗപ്പൂർ, ആൻഡമാൻ, ഒത്തിരി ഫാൻസ് ആണ്. പല ഭാഷയിലാണ് അതിന്റെ താഴെയുള്ള കമന്റ് വരുന്നത്. ഞാൻ വായിച്ചു, പിന്നെ മടുത്തിട്ട് വെച്ചതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ എത്രയോ 29 മില്യൺ ഫേസ്ബുക്കിൽ, 54 മില്യൺ യൂട്യൂബില്, ഫേസ്ബുക്കില്, ഇൻസ്റ്റയിലൊക്കെ പോയിട്ടുണ്ട് നല്ലോണം. അതിന്റെയൊക്കെ കമന്റ് കൂടി വന്നിട്ട് വായിച്ചു. കമന്റ് രഞ്ജിത്തേട്ടാ ഹലോ. നമ്മളെ അടിപൊളി പ്രാങ്ക് ഒക്കെ പ്രതീക്ഷിച്ചു, പക്ഷെ ഇതിപ്പോ അപ്സരേച്ചി ശരിക്കും നാണം കെട്ടേട്ടോ. അതെ, ഞാൻ ഏട്ടനെ എനിക്ക് മറ്റേ വീഡിയോ ഇട്ട് പൈസ കിട്ടിയ കാര്യമൊക്കെ നിങ്ങൾ പബ്ലിക്കായിട്ട് പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഏട്ടാ. ഇങ്ങനെയൊന്നും തീരെ പ്രതീക്ഷിച്ചില്ല, ഞെട്ടിത്തെറിച്ചിരിക്കുക. എക്സ്പെക്ട് ചെയ്തിരുന്നു ഇത്? വീണ്ടും പറയാൻ നീവയുടെ മോഡൽ ആവണമെന്നൊക്കെ പറഞ്ഞ ഇടയ്ക്ക് വിളിക്കുന്നേ. വേണമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാം. അല്ല, ഞാൻ സീരിയസ്ലി ഇടയ്ക്ക് ഞാൻ അതായത് രഞ്ജിത്തേട്ടന്റെ വൈഫിനെ ജ്യോതി ചേച്ചി വിളിച്ചിട്ട് പറയാറുണ്ട്, നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, ജ്യോതി ചേച്ചിയുടെ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, ഏട്ടന് വിധവിധമായിട്ടുള്ള ഡ്രസ്സുകൾ ഇടിക്കുന്നു, നമ്മൾ മില്യൻസ് ഉണ്ടാക്കുന്നത്. ഞാൻ സ്റ്റൈലിസ്റ്റ്. മതിയായില്ലല്ലേ ഏട്ടാ? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂട്യൂബ് വീഡിയോയിൽ നിന്നാണ് എന്റെ സാരി ഡ്രൈപ്പിംഗ് വീഡിയോന് ഒരു ഇത്ര മില്യൺ വ്യൂ ഇല്ല, പുള്ളി കൊടുത്തപ്പോഴാണ്. രഞ്ജിത്തേട്ടന്റെ ഡിമാൻഡ് കൂടുതലേ. ഏട്ടന്റെ സാരി ഡ്രൈപ്പിംഗ് വീഡിയോനാണ് ഡിമാൻഡ് കൂടുതൽ. അപ്പൊ എന്തായാലും താങ്ക് യു ഏട്ടാ. നമുക്ക് വേണമെങ്കിലും ഒന്ന് വീഡിയോ ട്രൈ ചെയ്ത് നോക്കാം. ഉറപ്പായിട്ടും ഈ ഓണം കഴിഞ്ഞ് ദീപാവലിക്ക് മുമ്പ് ഒരു തമിഴ് മടിസാറ് കിട്ടുന്ന വീഡിയോ വരുന്നതായിരിക്കും. ആണല്ലേ? ദൈവമേ, എന്തൊക്കെ കാണണം. ശരി, ഓക്കെ ഏട്ടാ. ഇങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചില്ലല്ലേ? അല്ല, പുള്ളി പൈസ ഇട്ട് വീഴ്ചിട്ടും ഞാനത് കേട്ടപ്പോഴാ. കുഴപ്പമില്ല, നമുക്കത് ആരോടും പറയണ്ട, ആരും അറിഞ്ഞിട്ടില്ല. അതെ, ആ വീഡിയോ പക്ഷെ ഭയങ്കര റീച്ച് ആയില്ലേ? സത്യം പറഞ്ഞ ആ വീഡിയോ ആണ് ആദ്യമായിട്ട് എന്റെ യൂട്യൂബിനകത്ത് ഒത്തിരി റീച്ച് പോകുന്ന വീഡിയോ. ആ ഒരു വീഡിയോയിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് സിൽവർ പ്ലേ ബട്ടൺ ഒക്കെ അടിച്ചത് ഒറ്റ ഒരു ഷോട്ടിൽ നിന്നാണ്. ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു രഞ്ജിത്തേട്ടൻ സാരി. അത് പുള്ളിയുടെ സാരി എടുത്തതിനകത്താണ് കംപ്ലീറ്റ് കിട്ടിയത്. പിന്നെ അന്നെന്ന് പറയുന്നത് അത് നമ്മൾ പ്ലാൻഡ് ആയിട്ട് എടുത്ത വീഡിയോ ഒന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ എന്റെ ആകാശ് എടുത്ത വീഡിയോ ആണ്. ആകാശ് വെറുതെ ലൊക്കേഷനിലൊക്കെ നിൽക്കുന്ന സമയത്ത്, ഇങ്ങനെ ഡ്രസ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് ആയിട്ട് എടുത്തതാണ്. അപ്പൊ അത് തമാശയ്ക്ക് ഒന്ന് എഡിറ്റ് ചെയ്ത് വെറുതെ ഒരു ഫണ്ണിന് വേണ്ടിയിട്ടതാണ്. ഇടുമ്പോൾ ഞാൻ പുള്ളിയുടെ പെർമിഷൻ ചോദിച്ചിരുന്നു, സാധനം കാണിച്ചു കൊടുത്തിട്ട്, ഏട്ടാ ഇതുപോലൊരു സംഭവം ഉണ്ട്, ഇടുന്നത് കൊണ്ട് എന്തെങ്കിലും ഹേർട്ട് ആവോ? ഇല്ല, നീ ഇട്ടോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇൻസ്റ്റയിൽ ഇടുമ്പോൾ ഞാൻ കൊളാബറേറ്റ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. യു ക്യാൻ എന്ന് പറഞ്ഞു. ആ ഒരു ഇതിന്റെ പുറത്താണ് കേട്ടോ. കാരണം നമ്മൾ എത്രയൊക്കെ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണ്, നമ്മളെ കൊളീഗ്സ് ആണെന്നൊക്കെ പറഞ്ഞാലും അതൊക്കെ ചിലപ്പോൾ ഓരോരുത്തർക്ക് ഹേർട്ട് ആവില്ലേ. പക്ഷെ അങ്ങനെ ഒരു സീൻ എഴുതിയ സമയത്ത് നമ്മൾ പുള്ളിയായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു, ഇത് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഹേർട്ട് ആവോ? അപ്പോൾ പുള്ളി പറഞ്ഞില്ല, കുഴപ്പമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു പുള്ളി ഭയങ്കര ഓപ്പൺ ആയിരുന്നു അതൊക്കെ ചെയ്യാനായിട്ട്, മേക്കപ്പ് ചെയ്യാൻ. പുള്ളി പറഞ്ഞു എനിക്ക് ഇനിയും കണ്ണെഴുതും, ഇനിയും മേക്കപ്പ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യുന്നു പറഞ്ഞു. പിന്നെ അന്ന് എനിക്ക് തോന്നുന്നു കാലത്ത് 10 മണിക്ക് അളവെടുത്തിട്ട് കോസ്റ്റ്യൂമർ പോയിട്ട് ഈ ബ്ലൗസും കാര്യങ്ങളെല്ലാം തയ്ക്കുന്നു, ഉച്ചയാകുമ്പോഴേക്കും കൊണ്ടുവരുന്നു, സാരിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നു, വൈകുന്നേരം 4 മണിക്ക് ഇത് ഷൂട്ട് ചെയ്യുന്നു. അത്ര ഒരു കുറച്ച് സമയത്തിനകത്ത് പ്ലാൻ ചെയ്തൊരു കാര്യമായിരുന്നു. പക്ഷെ എല്ലാവരുടെയും, അത് ഞാൻ എഗെയിൻ പറയുന്നു, എല്ലാം ടീം വർക്ക് ആയിരുന്നു എല്ലാവരുടെയും. അതുകൊണ്ട്
നമുക്ക് അടിപൊളിയായിട്ട് പോയി അത്. അതെ അതെ. ഇനി നിങ്ങളുടെ ഈ രണ്ടാളുടെയും കോമ്പോയില് പുതിയ പ്രൊജക്ടുകളൊക്കെ വരൂ? ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? അങ്ങനെയൊന്നും ഇതുവരെ അങ്ങനെ ഒരു ചിന്തയോ അങ്ങനെയൊന്നും പോയിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു പ്ലാൻ ഞാൻ ഒന്നിനോട് ഞാൻ ഒരിക്കലും പ്ലാൻഡ് അല്ല. രണ്ടാമത്തെ പ്രോജക്റ്റ് തന്നെ വരുന്നു എന്റെ മൈൻഡിൽ ഒരിക്കലും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ ഈ പറയുന്ന പോലെ ചില കാര്യങ്ങളൊക്കെ നമ്മളെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അതിനോടുള്ള ഒരു ഇത് പോയി. ഇപ്പൊ അവരുടെയൊക്കെ മനസ്സിൽ നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് ചിലപ്പോ ആദ്യത്തെ പ്രോജക്റ്റ് കഴിഞ്ഞ് രണ്ടാമത്തത് പോലും ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അപ്പൊ അതുപോലൊക്കെ എന്തെങ്കിലും വന്നാലുണ്ടെന്നല്ലാതെ ഒരിക്കലും ഞാൻ അതിനോട് ഒരിക്കലും ഒന്നിനെയും ഞാൻ പ്ലാൻഡ് ആയിട്ട് അപ്രോച്ച് ചെയ്യാറില്ല. വന്നാൽ അതിനെല്ലാം പോസിറ്റീവായി കാണുക, അതൊരു നല്ല രീതിയിൽ പോവാന്നുള്ളതാണ്. അതിനെല്ലാം മുകളിലിരിക്കുന്ന ആളുടെ കയ്യിലാണ്, എന്നങ്ങട്ട് വിടും. എന്തായാലും വരുവാണെങ്കിൽ വന്നാൽ നമുക്ക് സന്തോഷം, നമുക്ക് ഓഡിയൻസിന് അതാണ് ആവശ്യം. ഇനി വന്നാലും വന്നില്ലെങ്കിലും അപ്സര തിരിച്ച് വീണ്ടും സീരിയലിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നവരാ മെജോറിറ്റി ആൾക്കാർ. നമുക്ക് നോക്കാം, വന്നാൽ ഞാൻ ഇപ്പൊ ഇമ്മീഡിയറ്റ്ലി ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഈ ഒരു പ്രോജക്റ്റിലാണ്. എനിക്ക് അറ്റ് എ ടൈം ഒരു പ്രോജക്റ്റ് പണ്ട് അഭിനയിക്കുമ്പോഴാണെങ്കിലും എനിക്ക് ഒരു പ്രോജക്റ്റ് ചെയ്യാനേ താല്പര്യമുള്ളൂ. 1 to 15 ഇവിടെ വന്ന് വർക്ക്, അല്ലെങ്കിൽ 15 to 30 ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ചെന്നൈയിലേക്ക് തിരിച്ചു പോകാം, എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. അപ്പോൾ അത് ഭയങ്കര ഒരു കംഫർട്ടാണ്. അപ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടായിരിക്കും. നമ്മൾ ഒരു വർക്ക് ഞാൻ ഹാപ്പി ആയിട്ട് ചെയ്യണം, ഒരിക്കലും സ്ട്രെസ്ഡ് ആയിട്ട് നമ്മൾ അഭിനയിക്കുകയാണെങ്കിൽ പാടില്ല. നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവണം. വരുന്നു, ഒരു 10-12 ദിവസം വർക്ക് ചെയ്യുന്നു, നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് തിരിച്ചു പോകണം. അങ്ങനെയാണെങ്കിലേ നമ്മൾക്കത് വിജയിക്കുകയുള്ളൂ. നമ്മൾ അയ്യോ ഇനി അടുത്തത് ചെയ്യണം, അയ്യോ അങ്ങനെ ആ ഒരു തോട്ട് വന്നാലേ പോയി. അപ്പോൾ എപ്പോഴും എല്ലാ ദിവസവും ഹാപ്പി ആയിട്ട് എക്സൈറ്റഡ് ആയിട്ടും ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു 75% നടക്കുകയുള്ളൂ കേട്ടോ. 25% നമ്മൾ എത്ര അൺഎക്സ്പെക്റ്റഡ് ആണെങ്കിലും നമുക്ക് ഈ പറയുന്ന ടെൻഷനും കാര്യങ്ങളൊക്കെ വരും. അതെ. അപ്പൊ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഇനി ഒരുപാട് പ്രൊജക്ടുകൾ വരട്ടെ, റൈറ്റിംഗ് ഒക്കെ അടിപൊളിയായി പോട്ടെ. ഇപ്പൊ ഇങ്ങനെ പോകുന്ന പോലെ പോവാൻ പറ്റണേ മാത്രമേ ഞാൻ പറയും. ഇന്നത്തെ ഇവിടം വരെ നമ്മള് എല്ലാ കാര്യം അൺപ്ലാൻഡ് ആയിട്ടാണ് എത്തിയത്. ഇതുവരെ വന്നതെല്ലാം നല്ല രീതിയിലാണ്. ഇനി ഇതിലും വലുതൊന്നും ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഇപ്പൊ ഉള്ളത് ഇതുപോലെയൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും, വാട്ട് സോഷ്യൽ മീഡിയ ആണെങ്കിലും പ്രോജക്ട്സ് ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഇതുപോലെ പോണേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. പക്ഷെ നമ്മൾ ഇനി കാണുമ്പോൾ പുതിയ വിശേഷങ്ങളാവും വിചാരിക്കുന്നു. ഇനി നമ്മളൊരു ഇന്റർവ്യൂവിനെ കാണുമ്പോൾ എന്തെങ്കിലും പുതിയ വിശേഷങ്ങൾ, പുതിയ കാര്യങ്ങൾ പറയാനുണ്ടാവട്ടെ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു.